സാന്ത്വനത്തിലെ ജയന്തിയല്ലേ എന്ന് ചോദിച്ചാണ് ആളുകൾ ഇപ്പോഴും തന്നോട് സംസാരിക്കുന്നതെന്ന് അപ്സര രത്നാകരൻ പറയുന്നു. ബിഗ് ബോസിൽ പങ്കെടുത്താൽ അതാണ് പലർക്കും പറയാനുള്ളത്. എന്റെ എല്ലാ കാര്യത്തിലും ഇപ്പോഴും സാന്ത്വനത്തിലെ ജയന്തിയല്ലേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതല്ലേ എന്നുള്ള ചോദ്യമാണ് എനിക്ക് എപ്പോഴും വരാറുള്ളത്. ഇഷ്ടമില്ലാതെ ചെയ്ത ക്യാരക്ടർ ആയിരുന്നു അത്. ചിപ്പി ചേച്ചിയുടെ ബ്രദറിന്റെ വൈഫാണെന്നാണ് പറഞ്ഞാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ഭയങ്കര മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടറാണെന്നാണ് അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത്. 25 വയസ്സോടുള്ളൂ, 42 വയസ്സുള്ള ക്യാരക്ടർ ആയിരുന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ഇത്രയും പ്രായമുള്ള ക്യാരക്ടറാണെന്ന് അറിയുന്നത്. തിരിച്ചറിവ് പോലും പറ്റുന്നില്ല. ആകെ പൊട്ടുപിടിയ അവസ്ഥയിലായിരുന്നു. മൈൽസ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവർ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവച്ച് രംഗത്ത് വന്നത്. നെഗറ്റീവിറ്റിയുള്ള ക്യാരക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നോട് തന്നെ ഡബ് ചെയ്യാനും അവർ പറഞ്ഞിരുന്നു. എന്റെ ക്യാരക്ടർ അത്രയും നല്ല ക്യാരക്ടർ ആയിരുന്നെങ്കിൽ എന്നോട് തന്നെ ഡബ് ചെയ്യാൻ പറയുമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഡബ് ചെയ്ത് വേറെ വേറെ ആളുകളാണല്ലോ എന്നും ചോദിക്കുന്നു. അത്രയും പ്രധാനമുള്ള കഥാപാത്രമായില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ എന്നായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ക്യാരക്ടർ മോഡലിന്റെ അപ്സര തന്നെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. രഞ്ജിത്തേട്ടൻ ഡബിങ് കേൾക്കുവാനും വന്നിരുന്നു. ഇഷ്ടമായില്ലെങ്കിൽ പറയും എന്നും പറഞ്ഞിരുന്നു. അപ്സര തന്നെ ഡബ് ചെയ്താൽ മതി എന്നായിരുന്നു അദ്ദേഹം പിന്നീട് എന്നോട് പറയുകയും ചെയ്തത്. റേറ്റിംഗിലൊക്കെ ഏറെ മുന്നിലായിരുന്നു പരമ്പര. ജയന്തി വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ നല്ല വെയിറ്റിംഗ് ആയിരുന്നു. 3 മാസം വരെ ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. എന്റെ പക്വതയെക്കുറിച്ച് കൊണ്ടായിരിക്കാം അത്. അത്രയും പ്രായമുള്ള ക്യാരക്ടർ ആണല്ലോ ചെയ്യുന്നത് എന്ന വിഷമവും അപ്പോഴും എനിക്കുണ്ട്. എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത് എന്ന് കൂടിയുള്ളവരെല്ലാം തന്നെ പറയുമൊക്കെ. പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇത് നിസ്സാരമല്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്സര ഒരു സീസണിലെങ്കിലും ഗംഭീരമായി തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു. എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുന്നത് വളരെ ഡയറക്ടർ ചെയ്യുമെന്നായിരുന്നു. പിന്നെ പിന്നെ ഞാനും അത് എൻജോയ് ചെയ്ത് തുടങ്ങുകയായിരുന്നു. എന്ത് ചെയ്താലും പ്രൊഫഷണലി ചെയ്യുമെന്നായിരുന്നു ഞാൻ പഠിച്ചത്. ശീലിച്ചതും അതിലൂടെ തന്നെയായിരുന്നു. ഞാൻ ഡാൻസ് പെർഫോമൻസ് ചെയ്യാറുണ്ട്. അതിനു മുൻപേ നല്ല ടെൻഷനും ഉണ്ടാവും. എന്താണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പെർഫോം ചെയ്യാനുള്ളതിൽ നിന്ന് എല്ലാവരും എന്നോട് അങ്ങനെ ചോദിക്കും. ഞാൻ അത്രയും പെർഫെക്റ്റ് ആകാൻ നോക്കുകയായിരിക്കും. അത് നന്നായി എന്ന് എല്ലാവരും പറയുമ്പോൾ കിട്ടുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കേണ്ട ഒന്നുമല്ല. ഞാൻ ഭയങ്കര പക്വതയുള്ള ആളെന്നാണ് എന്നെ അറിയാത്തവരൊക്കെ വിചാരിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ ഒരാളല്ല. കുട്ടിക്കാലത്തൊക്കെ നടക്കുന്നത് അത്ര സീരിയസ് ഒന്നും ആയിരുന്നില്ല. ആളുകൾ ഇപ്പോഴും ഓർത്തെടുക്കുന്ന കഥാപാത്രങ്ങളൊക്കെ എനിക്കും പ്രിയപ്പെട്ട തന്നെയാണ്. ഫാമിലിയെ കുറിച്ചൊക്കെ എന്നോട് അഭിമുഖങ്ങളിൽ ചോദിക്കാറുണ്ട്. പലരും കട്ട് ചെയ്താലും അവർ ഇടുന്നത് മുഴുവനും അറിയാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ വിഷമവും തോന്നാറുമുണ്ട്. വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ഒരു നിയമം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൊതുവെ പെട്ടെന്ന് ചിരി വരുന്ന ആളാണ് ഞാൻ. ചിരി നിയന്ത്രിക്കാൻ പറ്റാറില്ല. എന്തെങ്കിലും തമാശ കേൾക്കുമ്പോൾ അത് ഇമോഷനായി ചിരിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് പേടിയാവാറുണ്ട്. ഇനി കരയുമോ എന്നാണ് പേടി. അങ്ങനെ കുറെ കാലം ചിരിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് കരയുമെന്നോർത്ത് ഇപ്പോഴേ നല്ല വിഷമം കളയണ്ടല്ലോ എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. സങ്കല്പമാണെങ്കിലും അത് വരുമെന്നാണ് ഇപ്പോൾ ചിന്തിക്കാറുള്ളത് എന്നും അപ്സര വ്യക്തമാക്കുന്നു. അപ്സരയുടെ ജീവിതത്തിലെ പ്രധാന വിഷയങ്ങളെ പറ്റിയെല്ലാം തന്നെ അപ്സര തുറന്ന് സംസാരിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വരുന്ന വ്യാജ വാർത്തകളെ പറ്റിയും അപ്സര രംഗത്ത് വന്നു. അപ്സരയും അദ്ദേഹത്തിന്റെ കുടുംബവും വളരെ സന്തോഷമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്നാണ് പ്രേക്ഷകരും വിചാരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.